രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റാണ്. കാരണം അത് നിങ്ങൾക്കറിയാവുന്ന പോലെ അന്നൊരു രാത്രിയിൽ ഒരു വ്യാജ സന്ദേശത്തിൻ്റെ മുകളിലാണ് അന്നൊരു പരിശോധന നടന്നത്. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ അംഗങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു, ആ മെസ്സേജ് അനുസരിച്ച് പോലീസ് അവരുടെ ജോലിയാണ് ചെയ്തത്. പക്ഷേ അവിടുന്ന് ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനകത്ത് ചില സൂചനകൾ അവർ നമുക്ക് തന്നിരുന്നു. അത് ഞങ്ങൾ പിന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചില്ല എന്നുള്ളതുള്ളൂ. ആ കാര്യത്തിനകത്ത് ആഴത്തിലൊരു അന്വേഷണം വേണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ എന്താണ് ഒരു മാറിയ സീനാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? സെനറിയാണുള്ളത്. കാരണം കേരളത്തിലെമ്പാടും ഇത് മാധ്യമങ്ങളും ഒക്കെ ഈ കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ഇതുപോലുള്ള അലർട്ട് ചെറിയ ചെറിയ അലർട്ട് ഫോറംസ് കേരളത്തിലുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിനകത്ത് മാറി നിൽക്കാൻ നമുക്കും സാധ്യമാവില്ല. പിന്നെ നിങ്ങളറിയാമല്ലോ, നിങ്ങൾ എപ്പോഴും വിരൽ ചൂണ്ടുന്ന ഒരു മേഖല സിനിമ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നില്ല. എപ്പോഴും വാർത്താ പ്രാധാന്യം അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മളുടെ കടമയാണ്. ആ ബോധ്യത്തിലാണ് ഇത് ഞങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ല, എക്സൈസുമായിട്ട് ചേർന്നില്ല. എക്സൈസ് നമ്മളോട് ഈ കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു സെൽഫ് റെഗുലേഷനെ കുറിച്ച് ആലോചിക്കാം. അദ്ദേഹം തന്നെ വന്നത് ബോധ്യപ്പെട്ടോട്ടെ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷുമായിട്ടും സംസാരിച്ചിരുന്നു. ഇങ്ങനെയൊരു സംഗതി നടക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഡി ഹണ്ടുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് സംസാരിച്ചു. അവരോട് എല്ലാം സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഡയറക്റ്റ് പരിശോധനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ? ഡയറക്റ്റ് പരിശോധനയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസല്ലേ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ എക്സൈസ് അല്ലേ തീരുമാനിക്കേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഈ സെൽഫ് റെഗുലേഷനോട് കൂടി അതിൻ്റെ ഒരു ആവശ്യം വരുന്ന ഒരു ഘട്ടം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇപ്പോഴത്തെ വിഷയമേ അല്ലല്ലോ. ഇപ്പോഴത്തെ വിഷയമല്ല. ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വിഷയം മാത്രമാണ്. ഇതിന് ശേഷം ഞങ്ങളുടെ മുഴുവൻ 21 യൂണിയനുകളുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾ ഇതുമല്ലാതെ സിനിമയെ ബാധിക്കുന്ന, തൊഴിൽ മേഖലയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് അവസാനം നിങ്ങളെ ഞാൻ കാണേണ്ടതുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ നിങ്ങളെ വിളിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം. എല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാം. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്നുള്ള നിലയിൽ മലയാള സിനിമാ മേഖലയ്ക്ക് അതൊരു ഉണർവാകും. തീർച്ചയായിട്ടും ഈ വ്യവസായത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ മാറ്റിമറിക്കുന്ന സിനിമയാണ്. അതിനൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളുടെ ഇൻഡസ്ട്രി ഇത്രയും വലിയൊരു സിനിമ എടുക്കാനും ആ സിനിമ നോക്കൂ എന്തൊരു ആവേശമാണ് അത് ലോകം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹിഡൻ പൊട്ടൻഷ്യൽ മലയാള സിനിമ വ്യവസായത്തിനുണ്ട് എന്ന് തെളിയിച്ച സിനിമയാണ്. അപ്പോൾ ആ സിനിമ വിജയിക്കേണ്ടത് മലയാളത്തിലെ ഓരോ ചലച്ചിത്ര പ്രവർത്തകൻ്റെ മാത്രമല്ല, ഓരോ ചലച്ചിത്ര പ്രേമിയുടെയും എല്ലാവരുടെയും ആവശ്യമാണ്. എനിക്കതിനകത്ത് യാതൊരു സംശയമില്ല. ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. സുജിത് വാസു ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അതിൻ്റെ ഛായാഗ്രാഹകൻ. അദ്ദേഹം ക്യാമറാമാൻ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അത് ഗംഭീര വിജയമാകും. അത് ശ്രീ മോഹൻലാലിനും ശ്രീ പൃഥ്വിരാജിനും ശ്രീ ആന്റണി പെരുമ്പാവൂരിനും അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ആശംസ.